നമസ്കാരം. സ്വന്തം കഴിവുകൊണ്ട് ലോകത്തെ വിസ്മയം കൊള്ളിച്ച പെൺകരുത്തിന്റെ ഈ ആഘോഷ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ജയശേട്ടനെ ഓൾറെഡി മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലോ. ആ മിമിക്രിയെ കുറിച്ചിട്ട് എങ്ങനെയായിരുന്നു ആദ്യം ഏത് സൗണ്ടാണ് എടുത്തു തുടങ്ങിയത്? അതൊക്കെ ഓർമ്മ എന്തായിരുന്നു? അല്ല, ഞാൻ ആദ്യം സ്കൂളിൽ മിമിക്രി ചെയ്യാൻ വേണ്ടി കയറുന്ന സമയത്ത് ഈ സാധാരണ പോലെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പ്രഭാതം പൊട്ടിവിട്ടിരുന്നു ഇങ്ങനെയൊക്കെ. അത് സ്ഥിരം പിള്ളേർ ചെയ്യുന്നതാണല്ലോ. അതൊക്കെ വിട്ടിട്ട് പിന്നെ കുറച്ച് ആളുകൾ അനുകരിക്കാൻ തുടങ്ങിയത് ഏകദേശം 10th ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഒരു 3 പേരെ ചെയ്യാൻ പറഞ്ഞ ഇപ്പൊ 3 പേര് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് MG രാധാകൃഷ്ണൻ സാറിന്റെ പാട്ടും പിന്നെ ബാബു നമ്പൂരിയും പിന്നെ കമൂര പുരുഷോത്തമന്റെ പാട്ട്, നമ്മുടെ KS ജോർജ് സാർ പാടുന്നത്. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരി എവിടെ? പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളുമെവിടെ? ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമെൻ നെഞ്ചിലെന്നാത്മപ്രണാമം. സ്നേഹസതീർത്ഥ്യനാം പ്രേമസ്വരൂപന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. കമൂര പുരുഷോത്തമൻ തീർച്ചയായിട്ടും. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. കണ്ണുനീർ മുത്തുകൾ കവിളത്തു ചാർത്തുമീ പെണ്ണിന്റെ നൊമ്പരം ആരറിയാൻ? രാമനല്ലല്ലോ നീ, രാജാവുമല്ലല്ലോ, കേവലനാമൊരു മനുജൻ. രാമനല്ലല്ലോ നീ, രാജാവുമല്ലല്ലോ, കേവലനാമൊരു മനുജൻ. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. നമുക്കിനി പാടാനുള്ളത് ഒരു ഗായകൻ കൂടെ ബാക്കിയുണ്ട്. നമ്മുടെ KS ജോർജ്. അദ്ദേഹം പ്രസിദ്ധനായ നാടക ഗായകനായിരുന്നു പണ്ടത്തെ, അറിയാലോ. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടാണ് ഇനി പാടാൻ പോകുന്നത്. മാരിവില്ലിൻ തേൻമലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. മാരിവില്ലിൻ തേൻമലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ എനിക്ക് അത് അങ്ങനെ ഓർമ്മയില്ല. പക്ഷെ ഇവിടെ ഇരുന്ന കുറെ പേര് ഇങ്ങനെ തലയാട്ടുന്നുണ്ടായിരുന്നു. അടുത്ത പരിപാടി തമാശയുണ്ട്. അദ്ദേഹത്തിനകത്തൊരു സംഗതി പാടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പാടി. കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി മണിമൂകിൽ മാനത്തു വന്നു. കടലിൽ നിന്നൊരു കുമ്പിൽ. അപ്പൊ എന്തായാലും
എന്തായാലും അടിപൊളി. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നല്ലൊരു സമ്മാനം ചേട്ടന്റെ വക കൊടുത്തതിൽ സന്തോഷം. നമുക്ക് ഒരു അതിഥിയെ കൂടി വിളിച്ചാലോ? ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിഥി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയാണ്. ആ വ്യക്തി ഇല്ലെങ്കിൽ ഇവർക്ക് ജീവിതമേ മടുക്കും. അപ്പൊ എന്തായാലും ഇവരുടെ കൂടെ വന്നിരിക്കുന്ന നമ്മുടെ മാധുക്കുട്ടി, മാതങ്കിക്കുട്ടി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മാധുവിനെ വിളിച്ചാലോ? മാതങ്കി, മാധുക്കുട്ടി. എന്തുണ്ട് വിശേഷം? പറയൂ. എവിടുന്നാ ഇപ്പൊ വന്നിരിക്കണേ? എറണാകുളം. അവിടുന്നാണ് വന്നത്. ഇതെന്താ ഈ തലയിൽ വെച്ചിരിക്കുന്നത്? എന്താ അത് ഹെയർബോ. ഹെയർബോ. മാധുവിന് കൊറേ മുടി ഉണ്ടല്ലോ. മാധുവിന് മുടി ഒന്ന് കാണിച്ചു കൊടുത്തേ ക്യാമറയ്ക്ക്, എല്ലാവരും കാണട്ടെ. മാധു, അച്ഛനും അമ്മയും ഇവിടെ കളിച്ച് ഗെയിമും പാട്ടും ഒക്കെ മോക്ക് ഇഷ്ടമായോ? അതേ ബോറടിച്ച് ഉറങ്ങിപ്പോയോ? ഇഷ്ടായി. ആരാ നന്നായിട്ട് ഗെയിം കളിച്ചത്? അമ്മ. ചെവിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞ് സത്യസന്ധമായിട്ട് പറയുള്ളൂ. അമ്മ. മാധു ഏത് ക്ലാസ്സിലാ? ഞാൻ ഗ്രേഡ് 1. ഗ്രേഡ് 1. ഓക്കെ. നമുക്ക് മാധുവിന്റെ ഇപ്പൊ കൊറേ നേരം മാധു വെയിറ്റ് ചെയ്ത് സ്റ്റേജിൽ വന്നു. എല്ലാവർക്കും ഒരു വലിയ ഹായ് പറഞ്ഞ. റെഡ് കാർപ്പറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹായ് എന്ന് പറഞ്ഞേ. കാർപ്പറ്റിന്റെ എല്ലാവർക്കും വെരി ഗുഡ്. അപ്പൊ ഇനി അടുത്തത് ലക്ഷ്മി ചേച്ചിക്ക് വേണ്ടിയിട്ടും മാധുവിന് വേണ്ടിയും ജയശേഖരന് വേണ്ടിയിട്ടും ഒക്കെ ഞാനൊരു സിംഗറിനെ ഈ വേദിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ചന്ദ്രലേഖ. നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ മലയാളികൾക്ക് കിട്ടിയ ഒരു ശബ്ദമാണ് ചന്ദ്രലേഖ എന്ന ഗായികയുടെ, അല്ലേ? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാട്ട്. എങ്ങനെയായിരുന്നു? ആരെങ്കിലും പറഞ്ഞിട്ടാണോ പാടിയത്? അതേ വെറുതെ അങ്ങ് പാടി ഇപ്പൊ വീഡിയോ എടുത്തതാണോ? ഒരിക്കലും അത് പറഞ്ഞെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു നിമിത്തം പോലെ സംഭവിച്ച കാര്യങ്ങളാണ് ജീവിതത്തിൽ. അപ്പോൾ അനിയൻ ദർശന് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഫീഡ് ചെയ്തതാണ്. അപ്പം എൻ്റെ മറ്റൊരു സഹോദരൻ വല്യച്ഛൻ്റെ മകനാണ് എന്നെ നിർബന്ധിച്ചത്. മനോജ് എന്നാണ് പേര്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു ദിവസം രാവിലെ തൊട്ടേ നിർബന്ധിക്കും. ഞാൻ അങ്ങനെ നിന്ന് പാടാറുമില്ല. ഞാനത് കേട്ടിട്ടുണ്ട്. പാട്ട് ഞാൻ ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്യുകയും ചെയ്തു. തീർച്ചയായിട്ടും ലോകമെമ്പാടുമുള്ള മലയാളികൾ എല്ലാവരുടെയും മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് കർണാടകയിൽ നിന്നൊരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ആ കന്നഡ ഭാഷയിൽ തന്നെ ഒരു ലെറ്റർ അയച്ചിരുന്നു വീട്ടിൽ. ഇപ്പോഴും അത് സൂക്ഷിച്ചു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഭയങ്കരമായിട്ട് എവിടെ ന്യൂസിലാണെങ്കിലും എല്ലാ ചന്ദ്രലേഖ എന്ന് പറയുന്ന ഗായിക ഇങ്ങനെ നിറഞ്ഞു നിൽക്കായിരുന്നു. ചിത്ര ചേച്ചിയുടെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയല്ലേ? ആ എക്സ്പീരിയൻസ് ഒന്ന് പറയൂ. ചിത്ര ചേച്ചി എന്ത് പറഞ്ഞു ഈ ശബ്ദം കേട്ടിട്ട്? ചിത്ര ചേച്ചി കണ്ടത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം തന്നെയായിരുന്നു. ആദ്യം ചേച്ചിയുടെ വോയിസ് ആണ്, നമ്മൾ ഫോൺ വിളിക്കുമായിരുന്നു ചേച്ചി. പിന്നീട് അപ്പോഴേ സന്തോഷമായി. അപ്പൊ ചേച്ചി ഈ വേദിയിൽ നമുക്ക് ലഭിച്ചതിലും 1000 നന്ദി അറിയിക്കുകയാണ്. കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി നമുക്ക് ഒന്ന് പരിചയപ്പെടാം, അല്ലേ? നമസ്കാരം. രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേരെന്താ? പേര് സൂര്യജിത്ത്. സൂര്യജിത്ത് ആരാണ് ചന്ദ്രലേഖ ചേച്ചിയുടെ അനിയനായിട്ട് വരും? അനിയനായിട്ട് വരോ? ഈ അനിയനാണോ വീഡിയോ എടുത്തത്? അല്ല, അത് വേറെ അനിയൻ. ഓക്കെ. അപ്പൊ പറയൂ, ഈ ചന്ദ്രലേഖ പാട്ടിനെ കുറിച്ചൊരു 2 വാക്ക്. അടിപൊളി എന്നാണോ? അടിപൊളി. ഓക്കെ. അടുത്തത് ഹായ്. പേര് പറയൂ മോനെ. ശ്രീഹരി. ഏത് ക്ലാസ്സിലാ? 6ാം ക്ലാസ്സിലെ. പാട്ട് പാടുവോ? പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല. ഇഷ്ടാണോ പാട്ട്? അമ്മയുടെ പാട്ടാണോ ഇഷ്ടം? അത് വേറെ ആരുടെങ്കിലും പാട്ടാണോ? എല്ലാവരുടെയും പാട്ട് ഇഷ്ടമായി. നമുക്കിഷ്ടം ഈ രാജഹംസമേ. മോന് അമ്മ ഏത് പാട്ട് പാടുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എല്ലാം ഇഷ്ടമാണ്. ചന്ദ്രലേഖ ചേച്ചി ജോൺസൺ മാസ്റ്ററിന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അദ്ദേഹം അവസാനമായി കമ്പോസ് ചെയ്തെന്നാണ് എന്നോട് ഷാൻ ജോൺസൺ പറഞ്ഞത്. അദ്ദേഹം കമ്പോസ് ചെയ്ത ഒരു പാട്ട് ONV കുറുപ്പ് സാർ എഴുതിയ അദ്ദേഹം കമ്പോസ് ചെയ്ത ഒരു പാട്ട് പല്ലവി മാത്രം അദ്ദേഹം കമ്പോസ് ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്.
അതിനുശേഷം ഷാൻ ജോൺസൺ എന്നെ വിളിക്കുകയുണ്ടായി. വിളിച്ചിട്ട് ചേച്ചി എന്തായാലും ഡാഡി ഞാൻ ആ പാട്ട് ഡാഡി ചിത്ര ചേച്ചിയെ കൊണ്ടാണ് പാടിപ്പിക്കുന്നത്, ചേച്ചിയും അതിൽ ചേച്ചിയുടെ കൂടെ പാടണം എന്ന് പറഞ്ഞ് ചിത്ര ചേച്ചിയുടെ കൂടെ എനിക്ക് ആ പാട്ട് പാടാനുള്ള വലിയൊരു ഭാഗ്യം കിട്ടി. ഏതായിരുന്നു ആ പാട്ട്? താലോലം താലോലം എന്ന് തുടങ്ങുന്നൊരു പാട്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടാലോ? താലോലം താലോലം ചെല്ലക്കാറ്റേ, താലോലം മാലോലം കൂടെ വായു, ഒന്നിച്ചു നമ്മൾ കാക്കുന്നു കേറാം, കുന്നോളം കൊന്നപ്പൂ കൊണ്ടേ പോരാം, ആടുവാൻ താളം തന്നേ പോയി, പാടാനൊരിടം തന്നേ പോയി, ആടുവാൻ താളം തന്നേ പോയി, പാടാനൊരിടം തന്നേ പോയി. രസമല്ലേ?